ഹായ് ഹലോ കൂട്ടുകാരെ, നമുക്ക് ബീഫ് കറി വയ്ക്കാമേ. ബീഫ് പള്ളിയിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ള മസാല ഇടാം. മുളക് പൊടി, മസാല, ഗരം മസാല എല്ലാം കൂടെ പൊടിച്ചതാണ്. അത് ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 3 സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 കിലോ അടുപ്പിച്ചേ ഉള്ളേ, അതുകൊണ്ട് 3 സ്പൂൺ മല്ലിപ്പൊടി മതി. മഞ്ഞൾപ്പൊടി, അതും ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് വിരവി യോജിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനുള്ള ബാക്കിയുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ പൊളിച്ച് അരിഞ്ഞ് നമുക്ക് എടുക്കുമ്പോഴേക്ക് ഇതവിടെ ഇരുന്ന് അരപ്പ് പിടിക്കും. നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കാം. സവാള അരിഞ്ഞെടുക്കാം. ഒരു 2.5 സവാള അരിഞ്ഞോളെ, അത് മതി. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ചേർക്കാം. എല്ലാ ഇറച്ചിക്കും ഞാൻ ചെറിയ ഉള്ളിയും കൂടെ ചേർക്കും. ബീഫായാലും മട്ടനായാലും ചിക്കനായാലും ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുകയും. അപ്പം കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇരിക്കട്ടെ. അതും പിന്നെ ഇത് തൊണ്ടമുളക് എന്നും കിഴക്കൻ മുളകെന്നും സാമ്പാർ മുളകെന്നൊക്കെ പറയുന്ന മുളകാണേ. ആ മുളകും 3 എണ്ണം എടുത്തിട്ടുണ്ട്. കാരിമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. തക്കാളിക്ക് നമുക്ക് അരിഞ്ഞെടുക്കാം. മുളക് ഉള്ളി കൂടെ മുളകും കൂടെ അരിഞ്ഞിടാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. കരിവേപ്പിലയുണ്ട്. നമ്മൾ കുക്കറിലാണേ ബീഫ് വയ്ക്കണം. അങ്ങനെ കുക്കർ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണേ. എണ്ണ കുറച്ച് എണ്ണ മതി. ബീഫിൽ നെയ്യുടെ അംശമുള്ളതുകൊണ്ട് കുറച്ച് എണ്ണ മതി. പുറകെ നമ്മൾ ബീഫിൽ പുരട്ടി വെച്ചിട്ട് ശകലം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുത്ത് ഇനി ശകലം കടുവും കൂടെ ഇട്ട് കൊടുക്കാം. ശകലം കടുവ് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ചതച്ചിട്ടും അരിഞ്ഞിട്ടും ഇല്ല, പൊളിച്ച് കഴുകി അതേപോലെയാണ് ഇടുന്നത്. അതൊന്ന് വാടി വരുമ്പം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി
യോജിപ്പിച്ച് വെച്ചിട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അത് ഒന്ന് ഇളക്കി കരിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി എടുക്കുക. കുക്കർ അടച്ച് ഫുള്ളായിട്ട് അടച്ചില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് അതൊന്ന് വാടാൻ വേണ്ടി വെച്ചതാണ്. നമുക്ക് ഒന്നും കൂടെ ഇളക്കി വെച്ചിട്ട് ഒന്ന് വാടി വന്നപ്പോൾ തക്കാളിക്ക് ഇട്ട് കൊടുക്കുക. തക്കാളിക്കും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി തക്കാളിക്കൊന്ന് ഉടഞ്ഞ് വരുമ്പോഴേക്കും വെന്തുടയുമ്പോൾ നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ബീഫും ഇട്ട് കൊടുക്കാം. നല്ല പുരട്ടി വെച്ചിരിക്കുന്ന ബീഫാണ്, ബീഫ് ഇട്ട് കൊടുക്കാം. ശകലം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാമേ. പാത്രത്തിലുള്ള അരപ്പ് കഴുകി ശകലം എണ്ണയും വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. വേറെ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ, വേറെ വെള്ളം ഒഴിക്കണ്ട. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ലപോലെ ഇളക്കി ഉള്ളിയും ബീഫും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് കുക്കർ അടച്ച് വയ്ക്കാം. നമുക്ക് അടച്ച് ഒരു 3 വിസിൽ കേട്ടാൽ മതിയേ. ഒരു ഹൈ ഫ്ലെയിമിലും 2 ലോ ഫ്ലെയിമിലും ഇട്ട് അടിച്ചെടുത്താൽ എല്ലാം ഇളക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. അടച്ച് 3 വിസിലടിക്കുമ്പോഴേക്കും ബീഫ് വേവും. ഇതവിടെ ഇരുന്ന് വേവുമ്പോൾ നമുക്ക് കുമ്പളങ്ങ വിഴുക്ക് വരട്ടാമേ. എൻ്റെ കുമ്പളത്തിൽ പിടിച്ചതാണ് എന്ന് ഞാൻ ചെടിയുടെ വീഡിയോ കാണിച്ചതിൻ്റെ അന്ന് അതിനകത്ത് ഞാൻ കാണിച്ചായിരുന്നു കുമ്പളം പടന്ന് കിടക്കണം. അതിൽ ഒരു വലിയൊരു കുമ്പളങ്ങ പിടിച്ചായിരുന്നു. അതിനരിഞ്ഞ് വിഴുക്ക് വരട്ടാൻ പോവുകയാണ്. കുമ്പളങ്ങ, സവാള, പച്ചമുളക്, തേങ്ങ അത്രയാണ് വിഴുക്ക് വരട്ടാൻ എടുക്കുന്നത്. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും പൊട്ടിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുവും കൂടെ ഇട്ട് കടുവൊന്ന് പൊട്ടുമ്പോഴേക്ക് നമുക്ക് ഇത് കുമ്പളങ്ങ തട്ടി കൊടുക്കാം. ഇട്ട് ഉപ്പും കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വയ്ക്കാം. അതവിടെ ഇരുന്ന് ഇതിൽ വെള്ളമോ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ കുമ്പളത്തിൽ തന്നെ നല്ല വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതുകൊണ്ട് ആ നനവിൽ അങ്ങ് വെന്തോളും. ഇളക്കി യോജിപ്പിക്കുക. കുമ്പളങ്ങ നല്ല ടേസ്റ്റാണ്. വിഴുക്ക് പുരട്ടിയ നമ്മളെ വീട്ടിൽ വളമൊന്നും ഇല്ലാതെ ഉപയോഗിച്ചതല്ലേ, ഉണ്ടായതല്ലേ. അതുകൊണ്ട് പിന്നെ അപ്പോഴേക്കും ബീഫ് വെന്ത് കഴിഞ്ഞ് അങ്ങനെ ബീഫ് ഇറക്കി നമുക്ക് അതിനെ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട്. എരി കുറച്ചാണ് വയ്ക്കുന്നത്. അപ്പോഴേക്കും ചീനി അടുപ്പിൽ വെച്ചിരുന്ന് അത് വെന്ത് ആ ചീനി ഊറ്റി അരപ്പിട്ട് ഇളക്കി ഇറക്കണം. അരച്ച് വെച്ചിരിക്കണം. അപ്പോഴേക്കും ഇന്നത്തെ ഉച്ചയൂണ് കാണാം. ചോറ്, ചീനി, കുമ്പളങ്ങ വിഴുക്ക് പുരട്ടി, ബീഫ് കറി. ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഉച്ചയൂണ്. എൻ്റെ ഉച്ചയൂണ് ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.